ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു നെറ്റ് ലേസ് വെച്ചിട്ടുള്ളത്, നെറ്റ് ത്രെഡ് ലേസ് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എല്ലാവരും അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുള്ള മറ്റൊരു ഹെയർ ആക്സസറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാമെന്ന് ഐഡിയ ഇല്ലാത്തവർക്ക് ഇപ്പോൾ 2 മോഡലായിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം കാണിച്ചു, ഇത് രണ്ടാമത്തെയാണേ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ത്രെഡ് ലേസ് ഇതിൻ്റെ അളവ് വന്നിട്ട് നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 7 ഇഞ്ചിൻ്റെ 2 പീസ് എടുക്കാം. നമുക്കപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ 2 പീസ് ത്രെഡ് വേണം. നിങ്ങൾക്ക് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റ് എന്തൊക്കെ കളേഴ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയതും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം വേണം. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതിൽ മൊത്തം പോയി കേട്ടോ. സാരമില്ല, ഞാൻ എടുത്ത് വയ്ക്കാം. ഈ ഒരു ഐറ്റംസ് മൊത്തം താഴെ പോയി. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം പിന്നെ നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ് വേണം, സൂചിയും നൂലും വേണം. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ B7000 ഗ്ലൂ, ത്രെഡ് കട്ടർ, ഇത്രയും സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. നമുക്ക് ഒരു അടിപൊളി സംഭവം ചെയ്തെടുക്കാൻ അടിപൊളി ഹെയർ ആക്സസറിയാണ്. കുട്ടികൾക്കും ഇപ്പോഴത്തെ ടീനേജ് പെൺപിള്ളേർക്കൊക്കെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റംസുകളാണ് അവർക്ക് ആവശ്യം. ഇപ്പോൾ അധികം പേരും ഇത്ര ഐറ്റംസുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷയ്ക്ക് ഒന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡർ കിട്ടും. കസ്റ്റമൈസ്ഡ് ആക്കിയിട്ടും ഒക്കെ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, മേക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു ത്രെഡ് ലേസ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അത് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഫസ്റ്റ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് 2 എൻഡും കൂടെ കൊണ്ടുവരാം. കണ്ടോ, 2 എൻഡും കൊണ്ടുവന്നിട്ട് നമുക്കിതൊന്ന് തുന്നിയെടുക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നു, 2 എൻഡും കൂടെ സെൻറ്ററിൽ കൊണ്ടുവന്നു. എന്നിട്ട് 2 എൻഡും കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ എൻഡ് വരെ ഹെമ്മിങ് ചെയ്തെടുക്കുക. കെട്ടിട്ട് കൊടുത്തിട്ട് തുന്നാട്ടോ. കെട്ടിട്ട് കൊടുത്തിട്ട് തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തുന്നിയെടുക്കുക. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് തുന്നിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അടിയിൽ കെട്ടിട്ടിട്ടുണ്ടാവുമല്ലോ, ഫസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കണ്ടോ, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്കിത് ഇതുപോലൊരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. കണ്ടല്ലോ, കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കെട്ടുമ്പോൾ സെയിം കളർ ത്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പല കളേഴ്സിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഈ പീസ് വേറെ കളറും അതൊരു കളറുമായിട്ട് നമുക്ക് ഡ്രസ്സിനൊക്കെ അനുസരിച്ച് ചെയ്തെടുക്കാനും പറ്റുമേ. ഇനി ഇതൊരു പീസ് നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് 2 പീസ് പോലെയാണ്. സെൻറ്ററിലൂടെ ലൈൻ ഉണ്ട്, അത് ആ സെൻറ്ററിനെ കണക്കാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് ഇങ്ങനെ ഹെമ്മിങ് ചെയ്തെടുക്കില്ലേ, അതുപോലെ തുന്നിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കെട്ടിടണമെന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ തുന്നിയെടുക്കുമ്പോൾ ഇവിടുന്ന് നൂല് ഉള്ളിലേക്ക് പോവരുത്, അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി 2 എൻഡും കൂടെ നമ്മൾ വലിച്ചത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ്. അപ്പോൾ അത് പോയി കാണാത്തവർ ആ വീഡിയോസൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കാം. ഉള്ളിലൂടെ നിങ്ങൾക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെ തുന്നി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി, അല്ലാത്തവർ തുന്നി കൊടുക്കുക. തുന്നി കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. തുന്നി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് 100% കോൺഫിഡൻറ്റോട് കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതാ ഈ ഒരു സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോണ് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ,
ഈ റെഡ് സ്റ്റോൺ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കാരണം ഇതിന് ആ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ കവറിങ് ഉള്ളതുകൊണ്ട് റെഡ് സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ ബോറാവില്ല, നല്ല ഭംഗിയായിട്ട് നല്ലൊരു എടുപ്പുണ്ടായിരിക്കും കേട്ടോ. അതൊന്ന് പേസ്റ്റായി വരട്ടെ. ദേ പിന്നെ ഒരു കാര്യം എന്താ, ഞാനൊരു കാര്യം പറയാൻ വിട്ടു, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്താ നമ്മളിതുപോലെ ചെയ്തെടുത്തില്ലേ, ഇത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇത് അലിഗേറ്ററിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലിഗേറ്ററിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിലും ഈ നെറ്റ് ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് അലിഗേറ്ററിൽ പേസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഒട്ടി തന്നെ നിൽക്കും കേട്ടോ. എങ്കിലും ഞാനൊന്ന് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അധിക പേരും വീഡിയോസ് കുറച്ച് കണ്ട് ഒരു ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വീഡിയോസ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോവും, കുറച്ച് കണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവും. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോസ് മുഴുവനായിട്ടും കാണുക കേട്ടോ. മുഴുവനായിട്ട് കാണുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അറിവിലേക്കായിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് വീഡിയോൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നില്ലല്ലോ, ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോഴാണ് പറയുന്നത്. അപ്പം ഇതേ വീഡിയോസ് അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ പോവാതിരിക്കുക, മുഴുവനായിട്ട് കാണുന്നത് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് ലേസ് ഈ അലിഗേറ്ററിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടൊന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ ഒട്ടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ചെയ്തെടുത്ത ഫ്ലവറിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇത് ആദ്യം ഫ്ലവർ അറ്റാച്ച് ചെയ്തു, സ്റ്റോണൊക്കെ പേസ്റ്റ് ചെയ്തു, ദെൻ നമുക്കിത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഈ ഒരു നെക്ലേസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു അലിഗേറ്ററിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഒരു അലിഗനി വേണമെന്നുള്ളവർക്ക്, എൻ്റെ കൈ തട്ടിയിട്ട് ടോർച്ച് ഓണായി പോയിട്ടോ, ഇനി വേണമെന്നുള്ളവർക്ക് ഇതിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, കളറിനനുസരിച്ച് റെഡ് ആയതുകൊണ്ട് റെഡ് ഫെൽറ്റ് ഷീറ്റ് അങ്ങനെയൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പം എല്ലാ വഴികളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതിൽ ഇങ്ങനെ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ചെയ്ത വർക്ക് നമ്മൾ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് ഓർഡറും കൂടെ ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സായിട്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോസ് നിങ്ങൾക്ക് വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മോഡൽ ഇങ്ങനെ കൂടെ ഇതെങ്ങനെ നമ്മൾ ഈ ഒരു അലിഗേറ്ററിൻ്റെ മേലെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ഷീറ്റാട്ടോ. ഫെൽറ്റ് ഷീറ്റാണ് ഒട്ടിക്കുക, ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ളതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ കറക്റ്റ് അളവിൽ വരച്ചെടുത്ത് വെട്ടിയതാട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ കാണാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക, ഇതെങ്ങനെയാണ് കറക്റ്റ് വെട്ടി ഒട്ടിക്കേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോസ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ ചെയ്ത വർക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒട്ടി വരാൻ കുറച്ച് സമയം പിടിക്കും, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ B7000 ഒട്ടാൻ ഇത്തിരി സമയമാവുമെങ്കിലും പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ അത് ഡബിൾ സ്ട്രോങ് ആണ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരിത്തിരി സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒട്ടി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത 2 മോഡലുകളാണിത്, കണ്ടല്ലോ. നല്ല ഭംഗിയായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതൊന്ന് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.